നമസ്കാരം ഡോക്ടർ. റഷ്യയിൽ വൻതോതിലുള്ള നാശനഷ്ടം വിതച്ച് യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ യുക്രൈൻ റഷ്യയിൽ നടത്തിയ ഈ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്? ഇന്നലെ ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഉക്രൈൻ റഷ്യയിൽ വലിയൊരു ഡ്രോൺ ആക്രമണം നടത്തി. അതായത് ജൂൺ 1 ഇന്നലെ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരിൽ റഷ്യയുടെ എയർബേസുകളിൽ 5ഓളം സൈബീരിയ വരെയുള്ള റഷ്യയുടെ എയർബേസുകളിൽ ഉക്രൈൻ വലിയൊരു ഡ്രോൺ ആക്രമണം നടത്തുകയും അത് 4000 കിലോമീറ്റർ റഷ്യൻ ടെറിട്ടറിക്കുള്ളിലാണ് നടത്തിയത്. അവരുടെ 5ഓളം വിമാനത്താവളങ്ങളിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എയർബേസ് എന്ന് പറയും, അതിനകത്തുള്ള 40ഓളം യുദ്ധവിമാനങ്ങൾ, അതായത് വളരെ ദൂരത്തേക്ക് മിസൈലുകൾ പായിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള T-95, T-160, Tu-95, Tu-160, Tu-22M3 എന്നൊക്കെ പറയുന്ന വലിയ വിമാനങ്ങളെ, പിന്നെ അവാക്സ് വിമാനങ്ങളെയും 40ഓളം വിമാനങ്ങളെ തകർത്ത് കളഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഇതിന് അവരുപയോഗിച്ചത് 117 ചെറിയ ഡ്രോണുകളാണ്. ചെറിയ FPV എന്ന് പറയും, ഫസ്റ്റ് പേഴ്സൺ വെഹിക്കിൾ, അങ്ങനെ പറയുന്ന ചെറിയ ഡ്രോണുകളാണ്. അതായത് ഏകദേശം നമ്മുടെ ഇവിടെ ഒരു 2 മുതൽ 10 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ 2 മുതൽ 6 ലക്ഷം രൂപ വരെ വില വരുന്ന ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് 58,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 58,000 കോടി. ഇന്ത്യ പാകിസ്ഥാന് വരുത്തിയ നഷ്ടം 3 ദിവസം കൊണ്ട് ഏകദേശം 30,000 കോടി എന്നാണ് റഫായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒറ്റ ഡ്രോൺ അറ്റാക്കിൽ അവരുടെ വളരെ പ്രധാനപ്പെട്ട വലിയ യുദ്ധവിമാനങ്ങളെയാണ് നശിപ്പിച്ചത്. ഇത് ചെയ്തിരിക്കുന്നതിന്റെ രീതി എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഈ 117 ഡ്രോണുകളെ ഒരു 1.5 വർഷം കൊണ്ട് റഷ്യയിലോട്ട് കടത്തി ഒരു ട്രക്കിൽ സ്ഥാപിച്ച് പല ട്രക്കുകളിലായിട്ട് വലിയ കണ്ടെയ്നറുകളിലായിട്ട് സ്ഥാപിച്ചിട്ട് അതിനെ റൂഫ് കവർ ചെയ്ത് വെച്ച് ആ റൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന് കൃത്യസമയത്ത് ചെയ്തതാണ്. മാത്രമല്ല, സാധാരണഗതിയിൽ ഈ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന GPS സംവിധാനമാണ് അതിനെ ഗൈഡ് ചെയ്യാൻ. പക്ഷേ അത് റഷ്യ തടയുമെന്നുള്ളത് കൊണ്ട് ഒരു AI ഉപയോഗിച്ച് പ്ലെയിനുകളെ ഐഡന്റിഫൈ ചെയ്ത് ആ പ്ലെയിനുകളെ ടാർഗറ്റ് ചെയ്യുന്ന വീഡിയോ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് എക്സിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഞാനും എൻ്റെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന്, അതായത് ആ ഉപയോഗിച്ച ടെക്നിക്ക് വളരെ മാരകമാണ്. നമ്മൾ മനസ്സിലാക്കണം, റഷ്യക്ക് വലിയ സംവിധാനങ്ങളുള്ളതാണ്. S-400 നമ്മൾ മേടിക്കുന്ന റഷ്യയിൽ നിന്നാണ്. അതുപോലെ പല സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ സംവിധാനത്തിനൊന്നും ഇതിനെ തടുക്കാനായില്ല. അതിന്റെ കാരണം അത് GPS ഉപയോഗിച്ചല്ല റൺ ചെയ്തത്, പ്രോഗ്രാം ചെയ്യുന്നത് AI ഉപയോഗിച്ചാണെന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഇന്ത്യ പഠിക്കേണ്ട വലിയൊരു പാഠമാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇന്നിപ്പോ ഈ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇതൊരു വലിയ അപകടകരമായ ഒരു പ്രവൃത്തിയാണ്. ഇത് പല വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതും തീവ്രവാദികളുടെ കയ്യിൽ കിട്ടിയാൽ വലിയ അപകടങ്ങളുള്ളതുമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യക്കകത്ത് തന്നെ ഇപ്പോൾ, അതായത് 2021 വന്ന ഒരു നിയമം അനുസരിച്ച് ഡ്രോണുകൾ പറത്തുന്നതിനൊക്കെ വലിയ വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വലിയ സൈസിലുള്ള ഡ്രോണുകൾ പാടില്ല. പക്ഷേ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ ഉക്രൈൻ്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിനകത്ത് വലിയ പിഴവുകൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് രജിസ്ട്രേഷനും തിരിച്ചറിയലും. ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഡ്രോണുകൾക്ക് രജിസ്ട്രേഷൻ വേണമെന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോഴത്തെ നിയമങ്ങളിൽ തന്നെയുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾക്ക് വേണേൽ ഇന്റർനെറ്റിൽ പോയി നോക്കിയാൽ മനസ്സിലാകുന്നതാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്. പക്ഷേ അതിനെ നടപ്പാക്കുന്ന രീതി വളരെ ദുർബലമാണെന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇപ്പൊ ഡിജിറ്റൽ സ്കൈ വഴിയുള്ള ഡ്രോൺ രജിസ്ട്രേഷൻ നിർബന്ധമാണ് നമ്മുടെ രാജ്യത്ത്. ഡിജിറ്റൽ സ്കൈ, അങ്ങനെയാണ് അത് പറയുക. എല്ലാ ഡ്രോണുകളും കൃത്യമായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ശരിയായി ഉറപ്പാൻ നമുക്ക് ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിന്ന് നിലവിലില്ല എന്നുള്ളത് നാം ഞെട്ടലോടെ തിരിച്ചറിയേണ്ട ഒന്നാണ്. 2, ഈ ഡ്രോൺ വരുത്തുന്നതിന്, ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ധാരാളം റെസ്ട്രിക്ഷൻ ഉണ്ട് ഇപ്പൊ തന്നെ. പക്ഷേ ഗ്രേ മാർക്കറ്റ് എന്നൊരു സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ സ്വയം നിർമ്മിക്കാൻ പറ്റുന്ന DIY ഡ്രോൺ കിറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്.
ഇത് രജിസ്ട്രേഷൻ വഴി പോകില്ല. അതായത് ഒരാൾ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ, പല ഘടകങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ ആ ഡ്രോണുകളെ ആ രജിസ്ട്രേഷനെ മറികടക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കും ഒരു മേൽനോട്ടവും ഇല്ലാതെ വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഒരു ഡ്രോൺ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഇന്ന് സാധ്യമാണ്. ഇതെല്ലാം പ്രസക്തമാകുന്നത് ഈ ഉക്രൈന്റെ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് വലിയ വിമാനങ്ങളെ തകർത്തതിന്റെ പശ്ചാത്തലത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞ ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞത്. നമുക്ക് ഫോണുകളൊക്കെ, നമ്മുടെ മൊബൈൽ ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ നമുക്കറിയാം IMEI എന്ന് പറഞ്ഞ ഒരു ലോക്ക് ഉണ്ട്. അത് ലോക്ക് ചെയ്യണമെങ്കിൽ ഫോൺ പിന്നെ വർക്ക് ചെയ്യില്ല. പക്ഷെ അതുപോലെ ഒരു ചിപ്പ് അധിഷ്ഠിതമായ ഒരു യുണീക്ക് ID ഈ ഇത്തരം ഡ്രോണുകൾക്ക് വേണ്ടേ എന്നുള്ളത് സർക്കാർ ആലോചിക്കാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് ഡ്രോണുകളെയും നമുക്ക് സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാകുകയോ അല്ലെങ്കിൽ അവയെ ലോക്ക് ചെയ്യാൻ സാധിക്കുകയോ ചെയ്യുന്ന സംവിധാനങ്ങൾ മാത്രമേ സിവിലിയൻസിന് ഉപയോഗിക്കാൻ കൊടുക്കാവൂ എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. രണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഈ DIY എന്ന് പറയും, നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ FVP ഈ ഡ്രോണുകളൊക്കെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. അതായത് നമ്മൾ സ്വയം നിർമ്മിച്ചതാണെങ്കിലോ ഈ പറയുന്ന FPV ഡ്രോണുകളൊക്കെ നമുക്ക് നമ്മുടെ ഈ ഡ്രോൺ റഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പ്രയാസമാണ്, അത് അപകടകരമാണ്. അതാണ് ഇപ്പൊ യുക്രൈൻ ഈ തന്ത്രപ്രധാനമായ വ്യോമതാവളത്തിലെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള വിമാനങ്ങളെ ആക്രമിക്കാൻ ഈ തിരഞ്ഞെടുത്ത് ഉണ്ടാക്കിയ ഡ്രോണുകൾ എന്ന് പറയുന്നത് വളരെ വില കുറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മുതൽ ഒരു 6 ലക്ഷം രൂപ വരെ വിലയുള്ള ഉപയോഗിച്ചാണ്. അവ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അത് കൂട്ടിച്ചേർക്ക് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിന് ഉപയോഗിക്കുന്ന ഈ ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ ഇന്ന് അവൈലബിൾ ആണ്. ഹൈ ത്രസ്റ്റ് മോട്ടോഴ്സ്, പറപ്പിക്കാനുള്ള മോട്ടോറുകൾ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. GPS ഇല്ലാത്ത AI അധിഷ്ഠിതമായിട്ടുള്ള ട്രാക്കിംഗ് വെച്ചിട്ട് ഇവയെ പറത്താനാകും. ഈ ലൈപ്പോ ബാറ്ററികൾ എന്ന് പറയുന്ന ബാറ്ററികളാണ്, LiPo ബാറ്ററികൾ എന്ന് പറയും. ഇവയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കാർബൺ ഫൈബർ ഫ്രെയിമുകൾ അല്ലെങ്കിൽ FVVP ഗ്ലാസ്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗോഗിൾസ് ഉണ്ട്, ഈ ഇതിന്റെ കാഴ്ചയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കാനുള്ള എക്സ്പ്ലോസീവ് പേലോഡ് എനേബിളേഴ്സ്. ഇവയൊന്നും ഇന്ന് ശരിക്കും പറഞ്ഞാൽ റെസ്ട്രിക്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിയമപരമായി റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഇവയൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് സംഘടിപ്പിച്ച് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നതിനുമാണ് നിരോധനമുള്ളത്. ഇത് ഒരുത്തൻ സ്മാർട്ടായിട്ടുള്ള ഒരാൾ വിചാരിച്ചാൽ ഇത്തരം ഡ്രോണുകൾ ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റും എന്നതാണ് അല്ലാതെ ഇപ്പൊ നമ്മൾ ഉക്രൈൻ നടത്തിയ ആക്രമണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിനകത്ത് വലിയ പ്രസക്തിയില്ല. മാത്രമല്ല, അതിനകത്ത് ഈ ഡ്രോണുകളിൽ എന്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ പേലോഡ് എന്നാണ് പറയുക, അതിനെക്കുറിച്ച് എത്ര ഉപയോഗിക്കാൻ പറ്റും, എത്ര വരെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചും ശരിക്കും പറഞ്ഞ ഒരു നിർബന്ധമാക്കുന്ന ഇതിന്റെ ഒരു ഡിക്ലറേഷൻ, ഞാൻ എന്താണ് അതിനകത്ത് പറത്താൻ ഉപയോഗിക്കാൻ പോകുന്നത്, വീഡിയോഗ്രാഫിക്കാണോ ഉപയോഗിക്കുന്നത്, അഗ്രികൾച്ചറിനാണോ ഉപയോഗിക്കുന്നത് എന്നത് ഡിക്ലെയർ ചെയ്യുന്നതിന്റെ യാതൊരു നിബന്ധനയും തൽക്കാലം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം? ഇന്നിപ്പം ഒരു മെഷീൻ ഗൺ ഘടിപ്പിക്കാൻ പറ്റുന്ന ഡ്രോണുകളുണ്ട്, ഒരൊറ്റ തോക്ക് വെടിവെക്കാൻ പറ്റുന്ന തോക്കുകൾ ഉപയോഗിക്കാവുന്നതുണ്ട്, മയക്കുമരുന്ന് കൊണ്ടുപോകാൻ പറ്റും, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപറ്റും, അല്ലെങ്കിൽ ബയോ ഹസാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന മറ്റു വസ്തുക്കൾ. ഇത്തരം ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രോണുകളെ ഇന്ന് നമ്മുടെ വീഡിയോ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന, അല്ലെ വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളുമായിട്ട് നമുക്കിന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നുള്ള കാര്യം നാം ഞെട്ടലോടെ തിരിച്ചറിയണം. മാത്രമല്ല, നമ്മുടെ ഒരു റിയൽ ടൈം ട്രാക്കിങ്ങിനുള്ള, നിരീക്ഷണത്തിനുള്ള കേപ്പബിലിറ്റിയുടെ ഒരു അഭാവം, നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമായിട്ട് പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്താൻ നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലും ഈ RF ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് അതിന് പറയുക, RF ഡിറ്റക്ഷൻ സിസ്റ്റം, അതോ റഡാർ ഗ്രിഡുകളോ അല്ലെങ്കിൽ ഈ ഡ്രോൺ സെൻസറുകളോ ഒന്നും തൽക്കാലം നിലവിലില്ല എന്നുള്ളത് അടുത്ത ഞെട്ടിപ്പിക്കുന്ന സത്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, GPS ഇല്ലാത്ത AI പിന്തുണയോടുകൂടി വർക്ക് ചെയ്യുന്ന ന്യൂ ജനറേഷൻ ഡ്രോണുകൾ ഇപ്പം ഉക്രൈൻ റഷ്യയിൽ ഉപയോഗിച്ചത്, അവരുടെ ഈ S-400 സിസ്റ്റത്തിന് പോലും അതിനെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇത്തരം ഡ്രോണുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ നിന്നോ തീരപ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ വിക്ഷേപിക്കുന്ന ഡ്രോണുകളെ നമുക്ക് കണ്ടെത്താനാകുമോ എന്നത് ജനങ്ങളും സർക്കാരും തീർച്ചയായിട്ടും ചിന്തിക്കാൻ സമയമായി.
നമുക്കറിയാം അതിനകത്തൊക്കെ സോഫ്റ്റ്വെയറുകളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഡ്രോണുകളിൽ സോഫ്റ്റ്വെയർ ഉണ്ട്, ജിയോ ഫെൻസിങ് എന്നൊക്കെ പറയും. അതായത് റെസ്ട്രിക്റ്റഡ് ഏരിയയിലോട്ടൊന്നും സാധാരണ അതിൽ ഞാൻ പറത്തണമെന്ന് വിചാരിച്ചാൽ പോലും അത് പറത്താൻ പറ്റൂല. പക്ഷേ അതിനെ ഹാക്കർമാർ വിചാരിച്ചാൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ വിചാരിച്ചാൽ അതിനെ കസ്റ്റം ഫേംവെയർ ആക്കി മാറ്റി ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. അപ്പൊ സൈനിക താവളങ്ങൾ, ഇപ്പൊ നമ്മുടെ സൈനിക താവളങ്ങളിൽ അല്ലെങ്കിൽ ആണവ നിലയങ്ങളുടെ അല്ലെങ്കിൽ റെഡ് സോണുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഈ റെസ്ട്രിക്ഷൻ ഉണ്ട്, അവിടോട്ടൊന്നും പോകാൻ പാടില്ല, റെഡ് സോൺസ് ആണെന്നൊക്കെ പറയാം. പക്ഷേ ഒരു ഏകീകൃതമായ ഒരു എൻഫോഴ്സ്മെന്റ് സിസ്റ്റം ഇന്ത്യയിൽ മൊത്തത്തിൽ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. മാത്രമല്ല ഇന്ത്യയുടെ കൗണ്ടർ ഡ്രോൺ ശേഷി ഇപ്പൊ തന്നെ നമുക്കറിയാം. നമുക്ക് ഈ RF ജാമറുകൾ അല്ലെങ്കിൽ മൈക്രോവേവ് ഡിസ്റപ്റ്ററുകൾ അല്ലെങ്കിൽ AI റഡാറുകൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെയാണുള്ളത്? തന്ത്രപരമായ സൈനിക കേന്ദ്രങ്ങൾക്ക് ചുറ്റിനും ഉണ്ടാവും. പ്രധാനപ്പെട്ട സൈനിക കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സർക്കാർ കെട്ടിടങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അല്ലെങ്കിൽ VIP പരിപാടി നടക്കണേ അതിന് ചുറ്റിനും ഉണ്ടാവും. വിമാനത്താവളങ്ങളിലുണ്ടാവും, അതിർത്തികളിലുണ്ടാവും. പക്ഷേ നമ്മുടെ നഗരങ്ങളിലും നമ്മുടെ അണക്കെട്ടുകളിലും പവർ സ്റ്റേഷനുകളിലും ഇപ്പൊ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളും പൊതുസമ്മേളനങ്ങളും നടത്തുന്ന സ്ഥലത്തുമൊക്കെ ഇപ്പം അത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇപ്പൊ ചില ഡ്രോണുകൾ, അതായത് വലിയ ഡ്രോണുകൾ, ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകളൊക്കെ ഉപയോഗിക്കുന്നതിന് ഡ്രോൺ പൈലറ്റ് ലൈസൻസിങ് വേണമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ അതായത് 250 ഗ്രാമിൽ കൂടുതലുള്ള ഡ്രോണുകൾക്ക് ഇപ്പൊ ലൈസൻസ് വേണം, അല്ലെങ്കിൽ റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. പക്ഷേ നമ്മുടെ നാട്ടില് ഒരു വിവാഹം അല്ലെങ്കിൽ കൃഷി ആവശ്യം, ചലച്ചിത്ര നിർമ്മാണം, ഇങ്ങനെയൊക്കെ ഈ സമയത്ത് ഇഷ്ടം പോലെ ആളുകൾ ഡ്രോൺ ഉപയോഗിക്കുന്നവർ. ഇവർ എത്ര പേർക്ക് ലൈസൻസ് ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ആ ലൈസൻസ് ഇല്ലാത്ത ഒരാളിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഡ്രോൺ പറത്താൻ അധികം പരിശീലനം കൂടുതലായിട്ട് ആവശ്യമില്ല. അപ്പൊ ഇത്തരം ഈ ലൈസൻസ് ഉള്ളവർ തന്നെയാണോ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്? അതിന് ഫീൽഡ് ലെവലിൽ ഒരു എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ വളരെ സംശയമായ കാര്യമാണെന്നുള്ളതും നമ്മൾ ഞെട്ടലോടുകൂടി തിരിച്ചറിയേണ്ടതാണ്. ഞാൻ ഇപ്പോഴത്തെ ഇന്ത്യയിലെ വലിയ ശക്തമായ നിയമം ഉള്ളപ്പം ഉള്ള ലൂപ്പ് ഹോളുകളാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ അതിർത്തികളിലൊക്കെ പലപ്പോഴും ഡ്രോൺ വഴി ഡ്രഗ്സ് കൊണ്ടുവരുന്നുണ്ട്, ആയുധങ്ങൾ കടത്തുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ ധാരാളമുണ്ട്. പലപ്പോഴും നമ്മുടെ സൈനിക താവളങ്ങൾക്ക് മേളിലൊക്കെ ഡ്രോണുകൾ കണ്ടെത്തുന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ മാത്രമല്ല, ഇന്നലെ നടന്ന ആ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ഏത് സ്ഥലത്തും ഒരു ഡ്രോൺ ആക്രമണം ആർക്കും നടത്താൻ പറ്റും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിയമപാലകർ ഇത്തരം ഒരു ഇവഞ്ച്വാലിറ്റിക്ക് റെഡിയാണോ? ഞാൻ പറയുന്ന സൈന്യമല്ല പറയുന്നത്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആക്രമണമല്ല പറയുന്നത്. അപ്പോ അത്തരം സംശയാസ്പദമായ ഡ്രോണുകളെയോ അല്ലെങ്കിൽ ആയുധം പേറുന്ന ഡ്രോണുകളെയോ കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ പോലീസിനും നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കും ഇന്ന് ഇന്ത്യയിൽ ഒട്ടാകെ പരിശീലനം വേണ്ടേ? അങ്ങനെ ഒരു പരിശീലനത്തിന്റെ ആവശ്യമില്ലേ എന്നുള്ളത് കാരണം ഒരു ട്രക്കിൽ നിന്നാണ് ഇത്തരം വിമാനങ്ങൾ 117 ഡ്രോണുകൾ പല സ്ഥലങ്ങളിലായി പറന്നു പൊങ്ങി റഷ്യയിൽ വൻ നാശം. ശരിക്കും പറഞ്ഞാൽ പണ്ട് അമേരിക്കയുടെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത് നാം കേട്ടിട്ടുണ്ട്. ഇന്നലെ റഷ്യയുടെ പേൾ ഹാർബർ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. 10-40 എത്രയോ കോടിക്കണക്കിന് രൂപയുടെ 50,000 കോടി രൂപയുടെ വിമാനങ്ങളാണ് ഇന്നലെ തകർത്ത് കളഞ്ഞത്. 40 അതെല്ലാം ആണവായുധം വിക്ഷേപിക്കാനുള്ള, വലിയ ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള വിമാനങ്ങളെയാണ് ഇന്നലെ തകർത്ത് കളഞ്ഞത് ഉക്രൈൻ. വെറും 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വില വരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച്. അപ്പോ ഈ വേറൊരു സങ്കല്പമുണ്ട്, ഈ ഡ്രോൺ ഫോറൻസിക്സ് എന്ന് പറയും. അതായത് ഈ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ഒന്ന് തകർന്നു വീണാൽ പോലും അതിന്റെ ഭാഗങ്ങൾ എവിടെ നിന്നാണ് ആളുകൾ വാങ്ങിച്ചതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സംവിധാനമില്ല. അത് എവിടെ നിന്നാണ് പറന്നുയർന്നതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സംവിധാനമില്ല. എന്തായിരുന്നു അതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗങ്ങളില്ല. അപ്പോ നമ്മൾ ഒന്നുകിൽ അതിശക്തമായ ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനം രാജ്യം മുഴുവൻ നിലവിൽ വരണം, അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ മാത്രമേ ഡ്രോണുകൾ ഉപയോഗിക്കാവൂ. നമുക്കൊരു പ്രൈവറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് സർക്കാർ ഏജൻസി വഴി നിർവഹിക്കണം. അല്ലെങ്കിൽ ഈ ഡ്രോണുകളുടെ ഉപയോഗം അത് വരുന്നത് വരെയെങ്കിലും പൂർണ്ണമായി നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൽക്കാലം വെഡിങ് എന്ന് കല്യാണം നടക്കുന്നതിന് ഡ്രോൺ ഫോട്ടോഗ്രാഫി ഒന്നും ആവശ്യമില്ല.
സാധാരണ മനുഷ്യന് ഡ്രോൺ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതില്ലാതൊക്കെ തന്നെ എല്ലാ കാര്യം. അപ്പൊ കല്യാണം നടക്കേണ്ട, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അവിടെ ഡ്രോൺ ആവശ്യമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരു ഡ്രോണിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് അത്തരം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാത്രമേ കൈകാര്യം ചെയ്യാവൂന്ന് സർക്കാർ ഉറപ്പാക്കാൻ സമയമായി. ഇപ്പോൾ നമുക്കറിയാം, ചൈനയിലൊക്കെ ധാരാളം അഗ്രികൾച്ചർ യൂസിന് വേണ്ടി ഈ ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റായ കരങ്ങളിൽ അത്തരം ഡ്രോണുകൾ ചെന്നെത്താനുള്ള സാധ്യതയും അതിനകത്തു നിന്ന് അപകടമുണ്ടാകാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണാൻ സമയമായി എന്നുള്ളതാണ് ഞാൻ വളരെ ആശങ്കയോടെ സർക്കാരിന്റെ പ്രതിനിധികളോടും സാധാരണ പൗരന്മാരോടും പ്രേക്ഷകരോടും പറയാൻ ഉദ്ദേശിക്കുന്ന, പ്രത്യേകിച്ച് ഉക്രൈൻ നടത്തിയ ആ വലിയ ഒരു ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.